ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ ഒരുക്കിയതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം യൂട്യൂബ് ചാനൽ വഴി കേൾക്കുന്ന, ചാനലിൽ കൂടെ വരുന്ന സന്ദേശങ്ങൾ കേൾക്കുന്ന, ആമേൻ, പ്രാർത്ഥിക്കുന്ന, ഷെയർ ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം നമ്മുടെ നടുവിൽ വിശ്വസ്തനായി നമ്മുടെ നടുവിലുണ്ട്. കർത്താവിലേക്ക് നമുക്കൊന്ന് പകൽക്കാലം ഏൽപ്പിക്കാം. ഈ പകൽവേളയിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയോഗം നമ്മുടെ മധ്യേ വെളിപ്പെടേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാമല്ലോ. ആമേ, ഇന്ന് പകൽക്കാലം അല്പനിമിഷം ചിന്തയ്ക്കായി 136 സങ്കീർത്തനം അതിൻ്റെ 23 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 136 സങ്കീർത്തനം അതിൻ്റെ 23 വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദാംശമാണ്. നമുക്കറിയാം, ഇതിൻ്റെ എഴുത്തുകാരൻ വേറെ ആരുമല്ല, സങ്കീർത്തന പ്രമാണിയായിരിക്കുന്ന ദാവീദ് തന്നെയാണ് ഇതിൻ്റെ എഴുത്തുകാരൻ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ വളരെ ശക്തമായി പിന്നെ ഇടപെടേണ്ടതിനായി പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാമല്ലോ. ഇവിടെ വായിക്കുന്ന വാക്യം ഇതാണ്: നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ആമേൻ. ഒരു മനുഷ്യനും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് താഴ്ച. സ്തോത്രം. എന്നാൽ സകല മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ് ഉയർച്ച. സ്തോത്രം. അത് ഭാര്യ ഭർത്താവിനെ കുറിച്ചും ആഗ്രഹിക്കുന്നു. ഭർത്താവ് ഉയർച്ച പ്രാപിക്കണം. ഭർത്താവ് ഭാര്യയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഭാര്യ ഉയർച്ച പ്രാപിക്കണം. ആമേൻ. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർച്ച പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ആമേൻ, മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താ ഞാനും നിങ്ങളും പാർക്കുന്നത്. ഒരു മനുഷ്യനും ആഗ്രഹിക്കത്തില്ല താഴ്ച പ്രാപിക്കണമെന്ന്. എന്നാൽ ഇവിടെ ദാവീദ് പറയുന്നു, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്. അപ്പോൾ നോക്കൂ, താഴ്ചയിലായിരുന്നാലും നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അതാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ പ്രഭാതത്തിൽ, ഈ ജൂലൈ മാസം 23 ദിവസം പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ താഴ്ചയിൽ ഞാൻ നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പം നമുക്കറിയാം, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ താഴ്ചയിൽ കൂടെ കടന്നു പോകുന്നു. അല്ലെങ്കിൽ സാമ്പത്തികപരമായി, ശാരീരികപരമായി ഒക്കെ നമ്മൾ തകർച്ചയിൽ കൂടെ, താഴ്ചയിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ ഒരാൾ പോലും നമ്മുടെ കൂടെ കാണത്തില്ല. ഒരു വ്യക്തി പോലും, കൂടപ്പിറപ്പുകളാണെങ്കിലും സ്വന്തം മക്കളാണെങ്കിലും ആരും നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ല. എല്ലാവരും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നല്ല ആരോഗ്യം, ആമേൻ, നല്ല ജീവിതശൈലി, ആമേൻ, നല്ല പണമുള്ള വ്യക്തി, ആമേൻ, ഉയർച്ചയിൽ മാത്രമായിരിക്കുന്ന ഒരു വ്യക്തിത്വം. ഇതൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, അടിച്ചു പൊളിച്ചുള്ള ജീവിതം. പക്ഷേ സ്വർഗത്തിലെ ദൈവം ഇവിടെ പറയുന്നു, ആമേൻ, സ്തോത്രം, താഴ്ചയിൽ നമ്മെ ഓർത്തവന്, കണ്ടോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അപ്പോൾ താഴ്ചയുള്ള വ്യക്തിക്ക് ദൈവത്തിൻ്റെ ദയയുണ്ട്. സ്തോത്രം. ഉറപ്പായിട്ടും. ആമേൻ. ഏത് വിഷയത്തിലാണോ നീ ഭാരപ്പെടുന്നത്, ആ വിഷയത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം എന്ന് പകൽക്കാലം വിളിച്ചു പറയുകയാണ്, ഞാൻ അതിൻ്റെ നടുവിൽ ഒരു തീയായിട്ട്, ഒരു അഗ്നിയായിട്ട്, ആമേൻ, നിന്റെ നടുവിൽ ഞാനുണ്ട് എന്ന്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, നമ്മുടെ താഴ്ചയിൽ മാത്രമല്ല നമ്മുടെ ഉയർച്ചയിലും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നവരുടെ നടുവിൽ ഇല്ല, അവരെല്ലാവരും കഷ്ടത വരുമ്പോൾ മാറിപ്പോകും. നോക്കൂ, യേശു കർത്താവിനെ ക്രൂശിലേറ്റിയപ്പോൾ പത്രോസ് തൻ്റെ പടകും വലയുമെടുത്ത്, ആമേൻ, കടലിലേക്ക് പോയി. നോക്കൂ,
ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ കണ്ട പത്രോസ്, പ്രൈസ് ദി ലോർഡ്, ദൈവം ചെയ്യുന്ന ശുശ്രൂഷകൾ കേട്ടും കണ്ടും അനുഭവിച്ച പത്രോസ്, ഉൾവനത്തിനകത്തും 5 അപ്പവും 2 മീനും വാഴ്ത്തി നുറുക്കിക്കൊടുത്ത ആ അത്ഭുതം കണ്ട പത്രോസ്, പ്രൈസ് ദി ലോർഡ്, കവർണഹോമിൽ നാളുകളായി കിടപ്പിലായ പക്ഷപാതക്കാരനെ വീട്ടിൻ്റെ മേൽക്കൂര പൊളിച്ച് യേശുവിൻ്റെ അടുത്ത് ഇറക്കി കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞതും അത് കണ്ടുകൊണ്ടിരിക്കുന്ന പത്രോസ്. അങ്ങനെ തുടങ്ങി വലിയ അത്ഭുതങ്ങൾ കണ്ട പത്രോസ് ഈ ചെറിയ വിഷയത്തിൽ, അല്ലെങ്കിൽ ചെറിയ വിഷയം തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ തനിക്ക് വിശ്വാസം കുറഞ്ഞു പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: പത്രോസ് പടകും വലയുമെടുത്ത് കടലിലേക്ക് പോകുമ്പോൾ, ആ കടലിലേക്ക് പോകുന്ന സമയത്ത് ഒന്നും പത്രോസിന് ലഭിച്ചില്ല. സ്തോത്രം, ഒന്നും ലഭിച്ചില്ല. കടലുപരമായിട്ട് നല്ല സ്തോത്രം പരിചയമുള്ള ഒരു മനുഷ്യനാണ്. ത്തിലും നോക്കുമ്പോൾ പത്രോസിന് എല്ലാ തലത്തിലും കടലിനകത്ത് പരിചയമുള്ള മനുഷ്യനാണ്. പക്ഷേ ഒന്നും ലഭിക്കാതിരിക്കുക. കാരണം കർത്താവ് ക്രൂശിലേറിയല്ലോ, ഇനി നമുക്ക് നോക്കി നിന്നാൽ ശരിയാകത്തില്ല, നമ്മുടെ ഉപജീവന വഴി നമുക്ക് നോക്കണം. അങ്ങനെയെങ്കിൽ ദൈവപൈതലേ, ഇന്ന് പകലിൽ സ്തോത്രം, നിന്റെ താഴ്ചയിൽ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. പത്രോസിൻ്റെ പടകിൽ ഒന്നും ലഭിച്ചില്ല, പക്ഷേ കർത്താവ് ആ പടകിലേക്ക് കയറിയിരുന്നു. ഇന്ന് പകലിൽ നിന്റെ പടകിനകത്ത് യേശു കയറിയിരിക്കാൻ പോകുകയാണ്. നിന്റെ താഴ്ചയുടെ അനുഭവത്തിനകത്ത് യേശു കടന്നു വരാൻ പോകുകയാണ്. നിന്റെ താഴ്ചയുടെ അനുഭവത്തിനകത്ത് എൻ്റെ കർത്താവ് നിന്റെ കരം പിടിക്കാൻ പോകുകയാണ്. നിന്റെ താഴ്ച മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവരുടെ നടുവിൽ ദൈവം നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. എന്നെ കേൾക്കുന്ന ആരൊക്കെയോ താഴ്ചയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാ. എന്നെ കേൾക്കുന്ന ആരൊക്കെയോ പ്രൈസ് ദി, പലരാലും വെറുക്കപ്പെട്ട്, പലരാലും ഒറ്റപ്പെട്ട്, സ്തോത്രം, കുടുംബത്തിൽ തലമുറയുടെ നടുവിൽ ഭാര്യ ഭർത്തൃബന്ധത്തിൽ വരെ ഒറ്റപ്പെട്ട്, സ്തോത്രം, എല്ലാവരും കൈവിട്ടതുപോലെയുള്ള അനുഭവത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഉയർച്ച പ്രാപിക്കാൻ പോകുകയാണ്. താഴ്ച മാത്രമല്ല, താഴ്ച വേണ്ട എന്നല്ല, താഴ്ച വേണം. വചനം അങ്ങനെയാണ് പറയുന്നത്, താഴ്ച വേണം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എല്ലാ തലത്തിലും നമ്മെ ഉയർത്തുന്ന, നമ്മെ മാനിക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. കേട്ടോ? അങ്ങനെയെങ്കിൽ നോക്കൂ, ഈ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്, സ്തോത്രം, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. താഴ്ച അനുഭവിക്കുന്ന ഇസ്രായേൽ ജനം മിസ്രൈമിലേക്ക് പോകുമ്പോൾ, സ്തോത്രം, അതിൻ്റെ നടുവിൽ താഴ്ച അനുഭവിക്കുന്ന തലത്തിലേക്ക് തൻ്റെ ജനത്തെ മാറ്റിക്കളയുന്ന സ്തോത്രം, ചില പ്രയാസമേറിയ ചില ഘട്ടങ്ങളിൽ കൂടെ തൻ്റെ ജനം കടന്നുപോയി. നമുക്ക് നോക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. അവിടെ പറയുന്നത്, ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവജാലങ്ങളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയുടെ മേൽ ഒരു കാറ്റ് അടിപ്പിച്ചു, വെള്ളം നിലച്ചു. ഹല്ലേലൂയ. ദൈവം ചിലത് ഓർക്കുക, മനുഷ്യന് ഓർക്കാതിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. നോക്കൂ, ദൈവം സകല മൃഗങ്ങളെ ഓർത്തു, നോഹയെ ഓർത്തു, നോഹയുടെ തലമുറകളെ ഓർത്തു, മരുമക്കളെ ഓർത്തു, അവരുടെ കുടുംബങ്ങളെ ഓർത്തു. ആമേൻ. ദൈവം സകലത്തെയും ഓർത്ത്, ആമേൻ, നോഹയുടെ പ്രാർത്ഥന കേട്ട് ആ ദൈവം, ആമേൻ, ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. ആഴിയുടെ ഉറവകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു. ആകാശത്തു നിന്നുള്ള മുഴക്കം നിന്നു. വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടേയിരുന്നു. ആമേൻ. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു.
തുടങ്ങി. സ്തോത്രം. ദൈവവൈതലേ, ദൈവത്തിൻ്റെ പ്രവൃത്തി അടുത്തിരിക്കുന്നു. ചില സമയം നീ വെയിറ്റ് ചെയ്യണം. സ്തോത്രം. ആമേൻ. നിന്നെ ഹാളിൽ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞവരും നിന്നെ ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞവരും ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞവരും എല്ലാവരും മാറിപ്പോകുമ്പോൾ സ്വർഗമെന്ന് പകൽക്കാലം പറയുന്നു, നിന്റെ കൂടെ നിൽക്കുന്ന ഒരു സ്വർഗം. യെസ്, നിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഒരിടത്ത് മാത്രം ഇരിക്കുന്ന ദൈവം അല്ല കേട്ടോ. ഹല്ലേലൂയ. രാത്രിയിൽ നിന്റെ വീട്ടിനകത്ത് മാത്രം ഇരിക്കുന്ന, കോമ്പൗണ്ടിൽ മാത്രം ഇരിക്കുന്ന ദൈവമല്ല. നിന്റെ എല്ലാ തലത്തിലും നിന്നോട് കൂടെ ഇറങ്ങി വരുന്ന, അതേ സംസാരിക്കുന്ന ഒരു ദൈവം ഇന്ന് പകലിൽ നമ്മുടെ നടുവിലുണ്ട്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്. ആരും ഓർക്കാതിരിക്കുമ്പോൾ നോഹയെ ഓർത്ത ദൈവം, വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്. ആമേൻ. അത് ദൈവം നോഹയുടെ ജീവിതത്തിൽ വന്ന വിടുതലുകളും അത്ഭുതങ്ങളും ദൈവജനത്തിന് വേണ്ടി ദൈവം ഓർത്തെങ്കിൽ തന്റെ ജനത്തെ ദൈവം ചേർത്ത് പിടിച്ചു. ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിനകത്ത് കുറവുകളെ കണ്ട് നമ്മെ മനസ്സിലാക്കി കർത്താവ് നമ്മെ ചേർത്ത് പിടിച്ചെങ്കിൽ, ദൈവകുഞ്ഞെ, ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും വിടുതലിൻ്റെയും ഒരു പ്രഭാതമാക്കി ദൈവം തീർക്കണമെങ്കിൽ, ഇവിടെ നമ്മൾ വായിച്ചത് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. ആ ദയയുടെ മറവിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ദയ നമുക്കൊരു കോട്ടയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കൊരു കോട്ടയായിരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ ആ സംരക്ഷണം നമ്മുടെ നടുവിൽ ഒരു വലിയ ഒരു കരുതലായിരിക്കട്ടെ. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ വിടുതലായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽവേളയ്ക്കായി പ്രഭാതത്തിനായി സ്തോത്രം. നല്ലൊരു വ്യാഴാഴ്ച കൂടെ ദൈവം നൽകിയല്ലോ. പരിശുദ്ധാത്മാവ് ജനത്തെ സൂക്ഷിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.